എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷം? ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വരാൻ ഒരു പ്രധാന കാരണമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജാസി. എന്റെ എല്ലാം ആണ് ജാസി. ജാസി കുറച്ചു മുന്നേ ഒരു നമ്മുടെ ഹിന്ദുക്കളുടെ ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി, സരസ്വതി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ദേവിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു 2-3 ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. യാതൊരു ദുരുദ്ദേശത്തോടു കൂടിയും പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് അല്ല അത്. സാധാരണ എല്ലാരും എയിൽ വെച്ചിട്ട് എന്തോരം ഫോട്ടോസുകൾ എടുക്കുന്നു. അതുപോലെ പുള്ളിക്കാരത്തേക്ക് കണ്ടപ്പോ അത് ഒരു രസം തോന്നിട്ട് പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തതാ. സത്യം പറഞ്ഞ എന്റെ കൂടെ ഒരുപാട് അമ്പലങ്ങളിൽ ജാസി വന്നിട്ടുണ്ട്. ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലും ജാസി ഒരു കാരണവശാലും കയറിയിട്ടില്ല. എനിക്ക് വേണ്ടി പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാൻ തൊഴുതിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ അറിവിലുള്ള ജാസി എന്ന് പറയുന്ന വ്യക്തി. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് കാരണത്താലാണ് ഈ ജാസി ഇങ്ങനെ ഒരു ഫോട്ടോ ചെയ്തു, അത് മത തീവ്ര എന്തൊക്കെയാ ഈ കുട്ടി കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാ പറയുന്നത്. അങ്ങ് ഹിന്ദുക്കളെ എന്തോ കാട്ടിക്കൂട്ടും. ഹിന്ദുക്കളെ കയറി അങ്ങ് ചൊറിയാതെ അങ്ങ് അവിടെ അങ്ങ് താന്നിരിക്കും. ഹിന്ദുക്കൾ എന്ത് കാട്ടിക്കൂട്ടി എന്നാ പറയുന്നത്. ഹിന്ദുക്കൾക്ക് എന്ത് തോന്നാൻ? എത്രയോ പേര് റീക്രിയേഷൻസ് ചെയ്യുന്നു. ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും മഹാലക്ഷ്മിയുടെയും ഭദ്രകാളിയുടെയും ഒക്കെ എത്രയോ പേര് ഫോട്ടോസും വീഡിയോസും ഇടുന്നു. ജാസിക്ക് എന്താ അത് പറ്റില്ലേ? ജാസി ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല നിയമങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ എന്താ കുട്ടിയുടെ ഉദ്ദേശം? ജാസി ഫോട്ടോ ഇട്ടാ കുറ്റം, ജാസി വീഡിയോ ചെയ്താ കുറ്റം, ജാസി സംസാരിച്ചാ കുറ്റം. കുട്ടിക്ക് പ്രശ്നമില്ലാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല. എല്ലാത്തിനും ഹെൽനോസ് പാട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ്. സത്യത്തിൽ എന്താണ് മോളെ നിന്റെ പ്രശ്നം? കുട്ടി ഈ ലോകത്തൊന്നും അല്ലേ. എത്രയോ പേര് അങ്ങനെ ദേവിയുടെ വേഷങ്ങൾ കെട്ടിയിട്ടും ദേവിയുടെ മേക്കപ്പ് ചെയ്തിട്ടും വന്ന് വീഡിയോസ് ചെയ്യുന്നു, ഫോട്ടോസ് ഇടുന്നു. അവിടെ ഒന്നും ഈ മത തീവ്രവാദം അല്ല മത പ്രശ്നങ്ങളൊന്നും ആരും വലിച്ചോണ്ട് വന്നിട്ടില്ല. അപ്പൊ നീയായിട്ടൊരു മത പ്രശ്നം ഉണ്ടാക്കുവാണോ ചെയ്യുന്നത്? എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാ. ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ആർക്കും തോന്നാത്ത ഒരു കാര്യം കുട്ടിക്ക് മാത്രമായിട്ട് എങ്ങനെ ഈ തോന്നിയത്? ഒന്ന് പറഞ്ഞു തരണേ. ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്. അമ്പലത്തിൽ പോകുന്നവരാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, 2 നേരം രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരാണ്. ഈ പറയുന്ന മഹാലക്ഷ്മിയും സരസ്വതിയും ഭദ്രകാളിയും ഒക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളാണ് ഞങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല ജാസി അങ്ങനെ ഒരു ഫോട്ടോ ചെയ്തുകൊണ്ട് അത് വലിയൊരു മത വിശ്വാസത്തെ ഒലയ്ക്കുന്ന രീതിയിലുള്ള, ഹിന്ദുക്കൾക്ക് ഭയങ്കരമായ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം തോന്നിയിട്ടില്ല. അവരെങ്ങനെയും ജീവിച്ചോട്ടെ. എന്ത് ചെയ്യുന്നു നിങ്ങളോടൊക്കെ? തന്നോട് എന്തെങ്കിലും പ്രശ്നത്തിന് ആ കൊച്ചു വരുന്നുണ്ടോ? ഇല്ല. അത് അതിന്റെ കാര്യം നോക്കി അതിനിഷ്ടമുള്ള രീതിയിൽ പോസ്റ്റോ വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ ഫോട്ടോ ഇടുവോ എന്തോ ചെയ്തോട്ടെ. തനിക്ക് എന്താ പ്രശ്നം? താൻ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് തോന്നുന്നു ഈ ജാസിയെ വെച്ചിട്ട് വൈറലായിട്ട് എങ്ങനെയും ബിഗ് ബോസിൽ കയറണം. അപ്പൊ ചോദിക്കും നീ ജാസിയുടെ പുറകെ നടക്കുന്ന വൈറലാവാൻ വേണ്ടിയിട്ടാവുന്നു. എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജാസി ഞാനും ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെ ഒരു റീലാ ചെയ്യുന്നത്. അങ്ങനെ വൈറലാവേണ്ട ആളാന്ന് ഞാൻ ഡെയിലി ജാസിയായിട്ട് ഫോട്ടോസും വീഡിയോസ് ഇട്ടേനായിരുന്നു. വൈറലാകാൻ പല കാര്യങ്ങളും പറയുമായിരുന്നു. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും സംസാരിച്ചു വരുന്ന ഒരാളല്ല ഒരാളെ പറ്റിയും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചേ പറ്റൂന്ന് എനിക്ക് തോന്നി. ഹിന്ദുക്കളെ അങ്ങ് വലിച്ചങ്ങ് ഇഴക്കാതെ ഹിന്ദുക്കൾ അങ്ങ് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ആർക്കും തോന്നിയിട്ടില്ല. തനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതെന്താ അങ്ങനെ? ഇത്രയും ഞാൻ പറഞ്ഞില്ല. പിന്നെ ജാസിയുടെ കൂട്ടുകാരിയാന്ന് പറഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞിരിക്കണം. എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.